പെർമിയബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം സെക്കൻഡ് വീഡിയോസ് കാണാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഡാർസീസ് ലോയെ പറ്റിയാണ്. മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡാർസീസ് ലോ ആണ്. സോ ഡാർസീസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ വാട്ടർ ഒരു സോയിലിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റി പഠിക്കുന്ന ഒരു ലോ ആണ് എന്ന് പറയുന്നത് ഡാർസീസ് ലോ. ഫ്ലോ ഓഫ് ഫ്രീ വാട്ടർ ത്രൂ ദ സോയിൽ ഈസ് ഗവേൺഡ് ബൈ ഡാർസീസ് ലോ. ഓക്കെ, ഫോർ ലാമിന ഫ്ലോയിങ്, അതായത് ഡാർസീസ് ലോ എന്ന് പറയുന്നത് നമ്മളതിൽ കുറേ അസംഷൻസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ആ ഒരു സോയിൽ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് സോയിലാണ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്നത് ലാമിന ഫ്ലോ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ അവിടുത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ വി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ വി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ കെ ഇൻറ്റു ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റി ഇതിൽ നമ്മുടെ ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയും. ഓക്കെ, ശരിക്കും ഡാർസീസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കും, ദാറ്റ് ഈസ് കെ ഇൻറ്റു ഐ. ഇതിൽ ഈ കെ എന്ന് പറയുന്നതാണ് നമ്മുടെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് വരും. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി അല്ലെങ്കിൽ ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. ഇനി നമ്മുടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, ഇറ്റ് ഈസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്. ഏതാണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് എച്ച് ബൈ എൽ. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഹെഡ് ലോസ് ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സോയിൽ ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു കെ ഐ. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ വി ഈസ് ഈക്വൽ ടു കെ ഐ. ഇതിൽ കെ എന്ന് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. ഐ എന്നാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ്. ഇനി നമ്മുടെ ഈ ഒരു വെലോസിറ്റി ഓഫ് ഫ്ലോ, നമ്മളിവിടെ എടുത്ത ഈ വെലോസിറ്റി ഓഫ് ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് വെലോസിറ്റി, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂപ്പർഫിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു കെ ഐ ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഡിസ്ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോറി, ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. എന്താണ്? വി ഈസ് ഈക്വൽ ടു കെ ഐ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഡിസ്ചാർജ്, ഓക്കെ, ഡിസ്ചാർജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്നുള്ള കൊണ്ടാണ്. സോ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ? വെലോസിറ്റി ഇൻറ്റു ഏരിയ. ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇൻക്ലൂഡ്സ് ബോത്ത് സോളിഡ്സ് ആൻഡ് വോയിഡ്സ്. എന്താണ്? ഏരിയ ഇൻക്ലൂഡിങ് എന്താണ്? സോളിഡ്സ് ആൻഡ് വോയിഡ്സ്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് സോയിൽ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ടോട്ടൽ ഏരിയയിൽ കൂടിയാണോ നമ്മുടെ ആ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുന്നത്? അല്ല, ഇതിൽ കുറേ എന്തുണ്ട്? കുറേ സോളിഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് പോയിട്ടുള്ള വോയിഡ് സ്പേസിൽ കൂടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എടുത്തേക്കുന്നതാണ് വി ക്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ എന്നാണ്. അതിൽ എയിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ടോട്ടൽ ഏരിയയാണ് പറയുന്നത്. എന്താണ്? ടോട്ടൽ ഏരിയയാണ് പറയുന്നത്. ആക്ച്വലി ടോട്ടൽ ഏരിയ എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് സോയിലാണ്. സോയിലിൽ കുറേ സോളിഡ് പാർട്ടിക്കിൾസും വോയിഡ്സും ഉണ്ട്. ശരിക്കും ഈ വോയിഡ്സിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ വോയിഡ്സിൻ്റെ ഏരിയയാണ് നമ്മൾ എടുക്കേണ്ടത്. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്ന് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ഇക്വേഷൻ ചെയ്തത്? ക്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ ആണ്. നമ്മൾ വി എന്തോ കണ്ടുപിടിച്ചത്? ഇപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് കെ ഇൻറ്റു ഐ ആണല്ലോ. കെ ഇൻറ്റു ഐ ആണ് ക്യൂ എന്ന് വി എന്ന് പറയുന്നത് ഇൻറ്റു എ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്യൂ ഇസ് ഈക്വൽ ടു കെ ഐ എ. അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇൻക്ലൂഡിങ് സോളിഡ്സ് ആൻഡ് വോയിഡ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ആണെന്ന് വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ ഈസ് 0.01 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, 0.01 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, and the piezometer readings at the end points A and B of soil sample are 10 centimeter and 5 centimeter respectively. The distance between the points A and B is 20 centimeter. Find the coefficient of permeability of the soil sample എന്നാണ് പറയുന്നത്. നമ്മളിത് ഭയങ്കര വലിയ ക്വസ്റ്റൻ ആണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.01 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വി തന്നിട്ടുണ്ട് എത്രയാണ്? 0.01 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സോയിലിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് ഒരു സോയിൽ മാസ്. ഓക്കെ, ഈ സോയിലിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്.
ഓക്കെ. എന്നിട്ട് അതിൽ എയും ബിയും എന്ന് പറയുന്നത് എൻഡ് പോയിന്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എ, ഇതാണ് ബി എന്ന് എടുക്കുക. രണ്ടും എൻഡ് പോയിന്റ്സ് ആണ്. അതിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു പീസോമീറ്റർ ഇവിടെ എ എന്നുള്ള പോയിന്റ് വെച്ചു, ഒരു പീസോമീറ്റർ ബി എന്നുള്ള പോയിന്റ് വെച്ചു. സോ അതിൽ പീസോമീറ്റർ റീഡിങ്ങിൽ കാണിക്കുന്നു കഴിഞ്ഞാൽ എയിൽ 10 സെൻറ്റിമീറ്റർ, എത്രയാണ് 10 സെൻറ്റിമീറ്റർ ആണ് റീഡിങ് കാണിക്കുന്നത്. ബിയിൽ വന്നപ്പോഴത്തേക്കും 5 സെൻറ്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് കെയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് വിയും കെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ള ഏതാണ് ഇപ്പോൾ പറഞ്ഞത്, വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ ആണ്. ഓക്കെ, അതിൽ ഐ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഡേറ്റാസ് തന്നേക്കുന്നത്. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ പീസോമീറ്റർ റീഡിങ് നമുക്ക് എ എന്നുള്ള പോയിന്റിലും പീസോമീറ്റർ റീഡിങ് അറിയാം, ബി എന്നുള്ള പോയിന്റിലും പീസോമീറ്റർ റീഡിങ് അറിയാം. അപ്പോൾ അവിടുത്തെ രണ്ടിൻ്റെയും റീഡിങ്ങിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ എച്ച്. അപ്പോൾ എന്ത് വരും, 10, എയിൽ 10 ആണ്, -5 ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് 5 സെൻറ്റിമീറ്റർ. അതാണ് എന്ത് വരുന്നത്, എച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എൽ എത്രയാണ് പറയുന്നത്, എ മുതൽ ബി വരെ തന്നെയല്ലേ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ഇറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ. സോ ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്, വി ഈസ് ഈക്വൽ ടു കെ ഐ ആണ്. നമുക്ക് അവിടെ നിന്ന് വേണ്ടത് കെ ആണ്. കെ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ ആണ്. വി എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, 0.01 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നത് 5/20 ആണ്. ആൻഡ് ഇത് ചെയ്യുമ്പോഴത്തേക്കും 0.04 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ആൻസർ എത്രയാണ് വരുന്നത്, 0.04 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. Then, if the hydraulic gradient is unity, the coefficient of permeability is equal to velocity of flow. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്താണ്, വി ഈസ് ഈക്വൽ ടു കെ ഐ ആണ്. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐയുടെ വാല്യൂ യൂണിറ്റി ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കെ ബിക്കം ഈക്വൽ ടു വി ആണല്ലോ. ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഇനി നമുക്ക് കുറച്ച് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വാല്യൂസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇത് എടുത്തേക്കുന്നത് ഇത് ESEക്ക് ചോദിച്ചതാണ്. അതേപോലെ ഈ വാല്യൂസൊക്കെ SSCക്ക് ആണെങ്കിലും കേരള PSCക്കൊക്കെ ആണെങ്കിലും ചോദിച്ചിട്ടുള്ള സാധനമാണ് ഈ വാല്യൂസ്. അതായത് ഓരോ സോയിൽ ടൈപ്പിനും അതിൻ്റെ കറസ്പോണ്ടിങ് കെ വാല്യൂ. ഇത് ഞാൻ ഇനി വീണ്ടും പറയാൻ നിൽക്കുന്നില്ല. ഇത് ഇതേപോലെ തന്നെ ഈ ഒരു ടേബിൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സോയിലിനെ അതിൻ്റെ പെർമിയബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഓക്കെ, സോയിലിനെ പെർമിയബിലിറ്റിയുടെ ബേസിസിൽ എന്ത് ചെയ്യാം, 3ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പെർവിയസ് സോയിൽ. ഓക്കെ, പെർവിയസ് സോയിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10⁻³ mm/s ആണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, പെർവിയസ് സോയിൽ എന്ന് പറയാം. ഇനി ഇംപെർവിയസ് സോയിൽ ഉണ്ട്. എന്താണ്, നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിലിനെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. ഇംപെർവിയസ് ആണെങ്കിൽ അതിൻ്റെ കെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ 10⁻⁵ mm/s ആണെങ്കിൽ ഇറ്റ് ഈസ് ഇംപെർവിയസ് സോയിൽ. ഇനി നമുക്ക് സെമി പെർവിയസ് സോയിൽ ഉണ്ട്. ഏതാണ്, സെമി പെർവിയസ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁵ അതുപോലെ തന്നെ 10⁻³ ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് എ സെമി പെർവിയസ് സോയിൽ. അപ്പോൾ ഈ 3 ഇതും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ SSC ചെയ്യുകയാണെങ്കിലും പല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അസംഷൻസ് ഇൻ ഡാർസീസ് ലോയിലെ അസംഷൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സോയിൽ 100% സാച്ചുറേറ്റഡ് എന്നാണ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 100% സാച്ചുറേറ്റഡ് ആണ്. ദാറ്റ് ഈസ് എസിൻ്റെ വാല്യൂ എത്രയാണ്, S ഈസ് ഈക്വൽ ടു 100%. അതായത് അതിൻ്റെ വോയിഡ്സ് എല്ലാം എന്തുകൊണ്ട്, വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുവാണ്. ഓക്കെ, ഇനി വെൻ വാട്ടർ ഈസ് ഫ്ലോയിങ് ദർ ഇസ് നോ വോളിയം ചേഞ്ച്. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ വോളിയം ചേഞ്ച് എന്തെങ്കിലുണ്ടോ, ഇല്ല. സ്റ്റഡി ആൻഡ് ലാമിനാർ ഫ്ലോ. അപ്പോൾ ഈ 3 അസംഷൻസ് ആണ് ഡാർസീസ് ലോയിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോ. നമുക്ക് എവിടെയൊക്കെയാണ് ഡാർസീസ് ലോ വാലിഡ് ആയിട്ടുള്ളത്. ഡാർസീസ് ലോ ഈസ് വാലിഡ് ഇഫ് ദ ഫ്ലോ ത്രൂ സോയിൽ ഈസ് ലാമിനാർ. ഓക്കെ, സോയിലിൽ കൂടി ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലോ എന്ന് പറയുന്നത്
ഡാർസിസ് ലോ വാലിഡ് ആവത്തുള്ളൂ ആ ഒരു സോയിലിൽ. ഓക്കെ, ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണെങ്കിലേ ഡാർസിസ് ലോ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ റെനോൾഡ്സ് നമ്പർ ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ലാമിനാർ ഫ്ലോ, ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ, ഇതിന് രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കും പൈപ്പ് ഫ്ലോയ്ക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരുന്നു. അതേപോലെ സോയിൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് റോ വി ഡി ബൈ മ്യൂ, ഇത് തന്നെയാണ് ഇക്വേഷൻ. എന്താണ് R is equal to rho VD by mu, ഇതാണ് ഇക്വേഷൻ. ഈ റോ വി ഡി ബൈ മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്ന് പറയുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും. അവിടെ എന്തായിരിക്കും ഡാർസിസ് ലോ എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഡി എന്ന് പറയുന്നത് ആവറേജ് പാർട്ടിക്കിൾ ഡയമീറ്റർ ആണ്. എന്താണ് ഡി എന്ന് പറഞ്ഞാൽ ആവറേജ് പാർട്ടിക്കിൾ ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി, വി എന്ന് പറഞ്ഞ വെലോസിറ്റി, ആൻഡ് മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി മാക്സിമം ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഫോർ ദ ഫ്ലോ ടു ബി ലാമിനാർ ഈസ് 0.5 mm. അപ്പം നമ്മൾ പറഞ്ഞു ഡാർസിസ് ലോ വാലിഡ് ആണെങ്കിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ലാമിനാർ ആണ്. അപ്പം ഫ്ലോ ലാമിനാർ ആവണമെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡയമീറ്റർ എത്രയായിരിക്കണം? 0.5 mm അകത്തായിരിക്കണം. ഇനി ഡാർസിസ് ലോ ഈസ് വാലിഡ് ഫോർ ഫ്ലോ ഇൻ ക്ലേ, സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡ്. ക്ലേ, സിൽറ്റ്, ഫൈൻ സാൻഡിലൊക്കെ എന്താണ് ഡാർസിസ് ലോ എന്ന് പറഞ്ഞാൽ വാലിഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഫോർ ലോ ടു ബി വാലിഡ്, അതായത് ഡാർസിസ് ലോ വാലിഡ് ആവാൻ ദർ ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ആൻഡ് ഐ. അതായത് വിയും ഐയും വെച്ച് നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലീനിയർ ആയിരിക്കണം. ഓക്കെ, ലീനിയർ ആയിട്ടുള്ളൊരു ഗ്രാഫ് ആയിരിക്കണം കിട്ടേണ്ടത്. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കണം. ഡാർസിസ് ലോ വാലിഡ് ആണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കണം. ഇനി നോട്ട് വാലിഡ് ഫോർ, ഡാർസിസ് ലോ വാലിഡ് അല്ലാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്, കൊളോയിഡൽ ക്ലേ, കോഴ്സ് സാൻഡ്സ്, ഗ്രാവല്, ബൗൾഡേഴ്സ്, ഇവിടെയൊക്കെ എന്താണ് ഡാർസിസ് ലോ വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡാർസിസ് ലോയെ പറ്റി പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.